الحمدلله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. വളരെ ബഹുമാനം നിറഞ്ഞ നടുവണ്ണൂർ റേഞ്ച് മാനേജ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികൾ, റേഞ്ച് ജമഇയ്യത്തുൽ ഭാരവാഹികൾ, വളരെ മനോഹരമായ നബിദിന റാലിയെ നയന മനോഹരമാക്കിയ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, യുവജനങ്ങൾ, ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത സന്ദേശങ്ങൾ ചർവണം ചെയ്യപ്പെടുന്ന ഈ അസുലഭ സന്ദർഭത്തിൽ ആ വിശുദ്ധ ജീവിതത്തിന്റെ ഉന്നതമായ മൂല്യങ്ങളിലേക്ക് ലോകം കണ്ണും കാതും കൽബും തുറന്നുവെക്കുന്ന ഈ സന്ദർഭത്തിൽ നടുവണ്ണൂർ റേഞ്ച് മാനേജ്മെന്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഈ റാലിയിൽ സംബന്ധിച്ച മുഴുവൻ ആളുകൾക്കും ആദ്യമേ അഗൈതവമായ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. കാലമുള്ള കാലത്തോളം, പ്രപഞ്ചമുള്ള കാലത്തോളം ലോകം മുഴുവനും ഓർക്കുകയും അനുസ്മരിക്കുകയും ആ ജീവിത സന്ദേശങ്ങളെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന നേതാക്കളുടെ നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ നരനായാട്ടിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഫലസ്തീനിലെ പിഞ്ചുമക്കളും സ്ത്രീകളും അടക്കമുള്ള നിരന്തരമായ ക്രൂരതകൾ ഏറ്റുവാങ്ങുന്ന ലോകത്തെ അതുല്യതയില്ലാത്ത ഒരു ജനത, ആ ജനതയോടുള്ള ഐക്യദാർഢ്യ പ്രഖ്യാപനം കൂടിയാണ് നടുവണ്ണൂരിൽ ഇന്ന് ആബാലവൃദ്ധം ജനങ്ങളും ഒരുമിച്ച് കൂടിയ ഈ മനോഹരമായ റാലി. മതത്തിന്റെ പേരിൽ മനുഷ്യനെ ഒറ്റപ്പെടുത്തുകയും അന്നവും വെള്ളവും നിഷേധിക്കുകയും ചെയ്യുന്ന വർത്തമാനകാലത്ത് പ്രവാചകന്റെ സന്ദേശങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ടെന്നുള്ള പ്രഖ്യാപനത്തിനാണ് ലോകം സാക്ഷിയാകുന്നത്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി സുകുമാർ കക്കാട് പ്രവാചകീയ ജീവിതത്തിലൂടെ ഓട്ടപ്രദക്ഷിണം നടത്തുകയും ആ ജീവിതത്തിലെ അനിർവചനീയമായ അനുപമമായ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് ലോകത്തോട് വിളംബരം ചെയ്ത പ്രഖ്യാപനമുണ്ട്. സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണ നൂൽപ്പാലം പണിത പ്രവാചകൻ ചെയ്ത ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് ഭൂമിയിലെ മനുഷ്യന്റെ ജീവിതം സ്വർഗീയ സമാനമാവണം. പരസ്പരം പോരടിക്കാനും വിദ്വേഷം വെക്കാനും അസഹിഷ്ണുതയോടെയും അസമാധാനത്തോടെയും ഭൂമിയിൽ ജീവിക്കാനും പ്രവാചകൻ പഠിപ്പിച്ചില്ല. ജീവന്റെ ഭിന്നമാം നാദവൈചിത്ര്യങ്ങൾ ഏകമാം സത്തയിൽ ബന്ധിച്ച ധാർമ്മിക, ജീവനുള്ള വസ്തുക്കൾക്കും ജീവനില്ലാത്ത പദാർത്ഥങ്ങൾക്കും ഈ ഭൂമിയിൽ അവകാശങ്ങളുണ്ടെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചവരാണ് സയ്യിദുനാ വ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. 6-ാം നൂറ്റാണ്ടിന്റെ അന്ധകാരത എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയത് തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരൽ കൊത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത ഗോത്രക്കുറുമ്പിനെ കാട്ടുക്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായക, ലോകത്ത് അസമാധാനത്തിന്റെ വിത്ത് വിതയ്ക്കുന്ന, അസമാധാനത്തിനും അശാന്തിക്കും താരാട്ടുപാടുന്ന സാമ്രാജ്യത്വ ശക്തികളുടെ മുഖത്ത് നോക്കി പരിശുദ്ധ ഇസ്ലാം പ്രവാചകന്റെ 1500-ാം ജന്മദിനത്തിൽ ലോകത്തോട് വിളംബരം ചെയ്യുന്ന സന്ദേശം എന്താ? സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുക, പരിസ്ഥിതിക്ക് വേണ്ടി നിലകൊള്ളുക, സാമൂഹികമായ പരിഷ്കരണങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക, അറിവിന്റെ ഉന്നമനത്തിന് വേണ്ടി നിലകൊള്ളുക എന്ന മഹിതമായ പ്രഖ്യാപനത്തിന് ലോകം സാക്ഷിയായത് അറേബ്യൻ ഭൂഖണ്ഡത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് നബിയെ മനസ്സിലാക്കിയ മുഴുവൻ ആളുകളും പറഞ്ഞു, മുഹമ്മദ് ഏക് ഫിർഖേ കേ നഹീ ഹൈ. മുഹമ്മദ് നബി ഒരു വിഭാഗത്തിന്റെ മാത്രം നേതാവല്ല. ആ ചാഞ്ചല്യമാനമാർന്ന ജീവിത പശ്ചാത്തലങ്ങളിലൂടെ കടന്നു ചെല്ലുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന യാഥാർത്ഥ്യം ഹജ്ജത്തുൽ വദാഇന്റെ സുന്ദരമായ പ്രഖ്യാപനത്തിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ആധുനിക ലോകത്ത് പോലും വർണ്ണത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, നിറത്തിന്റെ പേരിൽ, സമ്പത്തിന്റെ പേരിൽ മനുഷ്യന്മാർക്കിടയിൽ മതിൽ കെട്ടുന്ന കാലത്ത് ഹജ്ജത്തുൽ വദാഇലെ അവസാനത്തെ പ്രഖ്യാപനത്തിലും സയ്യിദുനാ റസൂലുള്ളാഹി ലോകത്തോട് പറഞ്ഞത് ലാ ഫളല അബിയദ അലാ അസ്വദ. ലോകത്ത് വൈറ്റ്സും ബ്ലാക്സും തമ്മിൽ ക്ലാഷുകൾ ഉണ്ടാകുന്ന കാലം,
ആഫ്രിക്കയിലെ മനുഷ്യന് കറുത്ത നിറമായതിന്റെ പേരിൽ ബ്രിട്ടീഷുകാരന്റെ ബോട്ടടികൾക്കിടയിൽ അവൻ അമരേണ്ട കാലത്ത് ലോകത്ത് അറേബ്യയിൽ നിന്ന് മുഴങ്ങിക്കേണ്ട സന്ദേശമാണ്: നിറത്തിന്റെ പേരിൽ മനുഷ്യനെ വേർതിരിച്ചു നിർത്താൻ പാടില്ല, സമ്പത്തിന്റെ പേരിൽ മനുഷ്യനെ വേർതിരിച്ചു നിർത്താൻ പാടില്ല, ജീവനില്ലാത്ത പദാർത്ഥങ്ങളോട് പോലും കാരുണ്യം കാണിക്കണമെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച നേതാവ്. പരിശുദ്ധ ഹജ്ജിന്റെ കർമ്മത്തിന്റെ വേളയിൽ ജംറകളിൽ കല്ലെറിയാൻ ചെറിയ കല്ലുകൾ പെറുക്കിയെടുത്ത അനുചരന്മാരുടെ തോളത്ത് തട്ടി അഭിനന്ദിച്ച നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി. കഴുതയുടെ മുഖത്ത് ഇരുമ്പ് ചൂടാക്കി വെച്ച് ആനന്ദം കൊണ്ട പച്ചകുത്തി ആസ്വദിച്ച യുവാക്കളോട് അവിടുന്ന് പറഞ്ഞു: ജീവനുള്ള വസ്തുക്കളുടെ മേൽ തീയ ഉപയോഗിച്ചുകൊണ്ട് അതിനെ പൊള്ളിച്ചുകൊണ്ട് ആനന്ദം കണ്ടെത്തുന്നവൻ എന്റെ മതത്തിൽപ്പെട്ടവനല്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ലോകത്തോട് പ്രഖ്യാപിക്കുകയായിരുന്നു. ആ സ്നേഹപ്രവാചകരുടെ 1.5 സഹസ്രാബ്ദങ്ങളാണ് ഭൂഖണ്ഡങ്ങൾക്കതീതമായി, രാജ്യങ്ങൾക്കതീതമായി മനുഷ്യൻ പാർക്കുന്ന എല്ലാ ഇടങ്ങളിലെയും ഏറ്റവും സുന്ദരമായ രൂപത്തിൽ ആഘോഷിക്കുന്നത്. ലോക പ്രശസ്തയായ ആനി ബസന്റ് ലോകത്തോട് പറയുന്നുണ്ട്: ഏത് മാനദണ്ഡങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാലോ, ജീവിച്ച കാലഘട്ടത്തിലെ ജനതയോട് ചോദിച്ചു നോക്കി ആരാണ് മുഹമ്മദ് നബി. 6-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ ജനത ഒന്നടങ്കം പറഞ്ഞു മുഹമ്മദ് നബി അൽ അമീനാണ്, സത്യസന്ധനാണ്. ആമിന ബീവിയുടെ ഉദരത്തിൽ നിന്നും ഭൂമിയുടെ മാർവിടത്തിലേക്ക് പിറന്നു വീണ നാള് മുതൽ സത്യം മാത്രം ഉച്ചരിച്ച, സത്യത്തിന്റെ ലാഞ്ചനകൾ മാത്രമുണ്ടായിട്ടുള്ള നേതാവാണ്. കുടുംബക്കാര് പറഞ്ഞു, സ്വന്തക്കാര് പറഞ്ഞു, ദേശക്കാര് പറഞ്ഞു, വിദേശികൾ പറഞ്ഞു, മുഹമ്മദ് നബിയിൽ അനുപമമായ മാതൃകകളുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് കൂറികൾ പടക്കുന്ന കാലത്തും ഏത് കെട്ട കാലത്തും ആദർശബോധത്തിലൂന്നി പരിശുദ്ധ ഇസ്ലാമിന്റെ സമാധാനത്തിന്റെ, ശാന്തിയുടെ, സഹിഷ്ണുതയുടെ ഉന്നതമായ സന്ദേശങ്ങൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാനുള്ള ആഹ്വാനമാണ് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം പ്രത്യേകിച്ച് നമ്മളോട് പറയുന്നത്. ആ നബി സ്നേഹസാഗരത്തിൽ നീന്തി തുടിച്ചുകൊണ്ട് സമാധാനത്തിന്റെ ഉന്നതമായ സന്ദേശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. ഈ റാലിയോട് സഹകരിച്ച, ഈ റാലിക്ക് വേണ്ടി എല്ലാവിധ സേവനങ്ങളും സഹായങ്ങളും ചെയ്തു തന്ന, ഈ റാലിയെ മനോഹരമായി വീക്ഷിച്ച എല്ലാവർക്കും കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സംഗമത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി